ഞാനും ബിന്ദുവും പാർവതി രേഖയും ഞങ്ങൾ സ്നേഹിതകള് ഇന്നാള് തൃശ്ശൂർ പൂരം എക്സിബിഷൻ കാണാൻ പോയിരുന്നു കേട്ടോ. തൃശ്ശൂർക്കാരിയായിട്ട് പൂരം എക്സിബിഷന് പോയില്ലാച്ചാ മോശല്ലേ? ഇവിടെ പുതിയതായിട്ട് ഇപ്പൊ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, എന്നാൽ അതിന്റെ ഉള്ളിലൊക്കെ ഇത്തിരി നേരം നിരങ്ങിയാ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാ. ആദ്യത്തെ ഷോപ്പ് എന്നത്തെയും പോലെ ആ ജയ്പൂർ എന്നുള്ള ബെഡ്ഷീറ്റിന്റെ തന്നെയാ. 100 രൂപയ്ക്ക് 2 എന്നുള്ള അവരുടെ പ്രലോഭനത്തിനൊന്നും നമ്മൾ വീഴില്ല. ആർമി വൈഫ്സിന്റെ കയ്യിലെ ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും പാനിപ്പത്തു നിന്നൊക്കെ ഉള്ള ബെഡ്ഷീറ്റ്സിന്റെ ഒക്കെ ഒരു കലവറ തന്നെ ഉണ്ടെന്ന് അവർക്ക് അറിയില്ലല്ലോ. നമ്മുടെ ബാംഗിൾസിന്റെയും ക്ലിപ്സിന്റെ ഒക്കെ കട സരോജിനി മാർക്കറ്റിൽ നിന്ന് 100 രൂപയ്ക്ക് 10 സെറ്റ് ക്ലിപ്പ് വാങ്ങണം ഞങ്ങളോടോ ബാല. പിന്നെ അവിയൽ വന്നു, തോരൻ വന്നു എന്നൊക്കെ പറയണ മാതിരി കോലാപുരി ചപ്പലും ചോപ്പറും കട്ടറും സ്പൂണും ചപ്പാത്തി ഉണ്ടാക്കണ മെഷീനും അങ്ങനെ പലതും വന്നു പോയിട്ടോ. അവിടെ ഒന്നും തളരാത്ത ഞങ്ങള് ഈ ഒരു സ്ഥലത്തെത്തിയപ്പോ സകല കൺട്രോളും പോയി അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. വീട്ടിലുള്ള ക്യാബിനറ്റില് ഓൾറെഡി ദൂലാബാടി എന്നുള്ള ക്രോക്കറിയും ക്യാൻറ്റീനിലെ ബോറോസിൽ ഗ്ലാസും ലാവപ്പാല സെറ്റും ഒക്കെ ഉണ്ടെങ്കിലും അതെ ഇതൊന്നും 1-2 വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇപ്പതേ വരുന്നു സാരിക്കട. ഞങ്ങള് പെണ്ണുങ്ങൾക്ക് സാരിയുടെ കാര്യത്തിൽ ലോജിക്കേ ഡിഫറെന്റാ. മോർ ഇസ് മെറിയർ, അതാണ് ഞങ്ങളുടെ തത്വം. ഒണിയൻ പിങ്ക്, കാരറ്റ് പിങ്ക്, റാണി പിങ്ക്, ഫൂഷിയ പിങ്ക്, പിങ്കിൽ തന്നെ എത്രയധികം വെറൈറ്റി ഉള്ളപ്പോ സാരിയൊക്കെ വാങ്ങാണ്ട് പോരാൻ പറ്റുമോ? പിന്നെ രാജസ്ഥാനി അച്ചാറ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി തന്നെ ഫ്രിഡ്ജ് തുറക്കുമ്പോ എന്നെ എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം എന്താ അറിയോ? എക്സിബിഷനിലെ മുളക് ബജ്ജി. അങ്ങനെ ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് 100 രൂപയുടെ സാധനമാണെങ്കിലും 10 രൂപയെങ്കിൽ 10 രൂപ ബാർഗെയിൻ ചെയ്ത് കുറപ്പിച്ച് വാങ്ങിയിട്ട് ഏതാണ്ട് ഇന്ത്യയുടെ എക്കോണമി പേഴ്സണലി ഞങ്ങളാണ് രക്ഷിച്ചത് എന്ന ഭാവത്തോടെ അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. ഇപ്പൊ ഇനിയും പോവാത്ത തൃശ്ശൂർക്കാരുണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ സിറ്റിസൺഷിപ്പ് തന്നെ ക്യാൻസൽ ആവട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട.